ഹലോ, എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഇന്ന് നമുക്ക് ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം. 4 മണി ഒരു പലഹാരം, ബ്രെഡ് പൊരിച്ചത്. അതിനായി നമ്മൾ 2 ഇടത്തരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വയ്ക്കുക. അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് അതിലേക്ക് മല്ലിയില അരിഞ്ഞതും ചേർക്കുക. കുറച്ച് ബേക്കിംഗ് സോഡയും ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി പൊടിഞ്ഞ് മസാലകളിലെല്ലാം ചേർന്ന് വരുന്നത് പോലെ നന്നായി ഉടച്ച് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബ്രെഡിലേക്ക് നിറയ്ക്കാനുള്ള ഫില്ലിംഗ് റെഡിയായി. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഇടുക. നന്നായി നമ്മളത് ഒരു ടീസ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളത് കലക്കിയെടുക്കണം. ബ്രെഡ് മുക്കിയെടുക്കാനുള്ള ബാറ്ററാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് നമ്മളത് ഇളക്കി മസാല ബ്രെഡ് മുക്കാൻ പറ്റിയ തരത്തിലുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അധികം അയവല്ലാത്തതും എന്നാൽ കട്ടിയല്ലാത്തതുമായ ഒരിടത്തരം രീതിയിൽ ആ ബാറ്റർ തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം 2 ബ്രെഡ് കഷ്ണങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ വെച്ച് അതിലേക്ക് ടൊമാറ്റോ സോസ് പുരട്ടുക. എന്നിട്ട് ഒന്നിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എടുത്ത് പരത്തി നിറച്ച് വയ്ക്കുക. അതിനുശേഷം മറ്റേ ബ്രെഡ് കൊണ്ട് അത് അടച്ച് നല്ലവണ്ണം ഒന്ന് അമർത്തി കൊടുത്ത് പ്രസ് ചെയ്ത് ഒന്ന് വെച്ചതിന് ശേഷം ഒരു കത്തി എടുത്ത് അതിനെ കോണാകൃതിയിൽ മുറിച്ചെടുക്കുക. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കി ആവശ്യത്തിനുള്ള ബ്രെഡെല്ലാം ഇതുപോലെ ആക്കി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓരോ ബ്രെഡ് കഷ്ണങ്ങളും ഈ കടലമാവിൽ മുക്കി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഭാഗം നല്ല രീതിയിൽ മൊരിഞ്ഞു വരുമ്പോൾ മറുഭാഗം മറിച്ചിട്ട് മുരിച്ചെടുക്കുക. 2 ഭാഗവും നല്ല ബ്രൗൺ കളറാകുന്നത് വരെ മുരിച്ചെടുക്കുക. അതിനുശേഷം കോരിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം എണ്ണ ചൂടാക്കേണ്ടത്. വളരെ കൂടുതൽ ചൂട്ടിലാണെങ്കിൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ്ങോട് കൂടിയ ബ്രെഡ് മസാല ഓരോന്നായി എണ്ണയിൽ പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിരിക്കുന്നു. ഈ സ്നാക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വിരുന്നുകാർ വരുമ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.